സ്നേഹേ, നിനക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞതല്ലേ? പിന്നെന്തിനാ വീണ്ടും അതിനെപ്പറ്റി ഒരു സംസാരം? സച്ചിയേട്ടന്റെ ഈ നിൽക്കുന്ന ഭാര്യ കൂടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്റെ ഈ നിൽക്കുന്ന ഭാര്യ നിന്റെ ആരുമല്ലേ? മുറ പറഞ്ഞ ഏട്ടത്തിന്ന് വിളിക്കണമെങ്കിലേ ഏട്ടത്തിയായിട്ട് നിക്കണം. അവൾ അങ്ങനെ ഏട്ടത്തിയായി നിന്നിരുന്നെങ്കിൽ ഇതിനോടകം അർച്ചന നിന്നെ തല്ലിയാനെ. നീ പറയുന്ന എല്ലാം കേട്ട് ഇതുപോലെ തലതാഴ്ത്തി നിൽക്കില്ലായിരുന്നു. എടീ, എന്താ നിന്റെ പ്രശ്നം? നീ എന്നോട് പറയ്. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളാ എന്റെ ഭാര്യ. അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി നീയായിട്ട് അവളെ അനുസരണ പഠിപ്പിക്കാനൊന്നും പോകണ്ട. വല്ലയിടത്തും കിടക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് വളർത്തുന്നതെല്ലാം ശരി. അതിന്റെ പേരിൽ സ്വത്തുക്കള് വേണോന്ന് പറഞ്ഞ് അച്ഛന്റെ പുറകെ നടക്കുന്നത് ശരിയല്ല എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. സ്വത്തുക്കൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേർക്ക് എഴുതണമെന്ന് അച്ഛനോട് അർച്ചന ആവശ്യപ്പെടുന്ന നീ കേട്ടോ? നീ കേട്ടോന്ന്? എന്തിനാ കേക്കുന്നേ? അച്ഛന്റെ അങ്ങനെ ഒരു തീരുമാനം ആര് പറഞ്ഞിട്ടാന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നീ ഇപ്പൊ ഊഹിക്കണ്ട. എന്റെ കുഞ്ഞിന് വേണ്ടത് സമ്പാദിക്കാൻ എനിക്കറിയാം. അച്ഛൻ ആഗ്രഹിച്ചാലും ഞാനോ ഇവളോ ഞങ്ങളുടെ കുഞ്ഞോ നിങ്ങളുടെ ആരുടെ അവകാശം തട്ടിപ്പറിക്കാൻ വരില്ല. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വഷളാക്കാതെ നീ പോ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് നിന്നോട് സംസാരിച്ചു. ഇനി എന്റെ മര്യാദ ഞാൻ മാറ്റിവെക്കും. നീ അർച്ചനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും ഇപ്പൊ ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വത്തിന്റെയും കാശിന്റെയും പേരിൽ പരസ്പരം വഴക്കു കൂടാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. അതുകൊണ്ട് മര്യാദക്ക് ഞാൻ പറയാ, ഇറങ്ങിപ്പോ. പോകാനാ പറഞ്ഞത്. സ്നേഹ, നീ ഇപ്പൊ പോ. ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട. ചെല്ല. അവള് പറഞ്ഞൊന്നും താൻ കാര്യാക്കണ്ട.